എല്ലാവർക്കും നമസ്കാരം. കുട്ടികളിൽ ദന്തസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടൊപ്പം ദന്തസംരക്ഷണത്തെപ്പറ്റി സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ ലക്ഷ്മി സുജേഷ് എത്തിയിട്ടുണ്ട്. ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, കുട്ടികളിൽ ദന്തസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഒന്ന് വിശദീകരിക്കാമോ? ദന്തസംരക്ഷണം എന്നുള്ളത് നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പല്ലുകൾ ഉപയോഗിക്കുന്ന എന്തിനൊക്കെ വേണ്ടിയാണ്? നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം ചവച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നന്നായിട്ട് ചിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് നിശ്ചയിക്കുന്നത് പല്ലുകളുടെ ഘടന വെച്ചിട്ടാണ്. അങ്ങനെ പല്ലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പല്ലുകൾ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം ശരിക്ക് ചവച്ച് കഴിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ദഹനത്തൊട്ട് വളരെയധികം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും പല്ലുകളുടെ കേട് വന്നു കഴിഞ്ഞാൽ. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പല്ലിന് കേട് വന്നാൽ നമ്മുടെ താടി എല്ലുകൾക്ക് തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിന് തൊട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം തൊട്ട്, പല്ലുകൾ മുളച്ചു വരുന്ന പ്രായം തൊട്ട് തന്നെ നമ്മൾ ദന്തസംരക്ഷണം ആരംഭിക്കേണ്ടതാണ്. 6 മാസം പ്രായത്തിലാണ് ആദ്യത്തെ പല്ലുകൾ വരുന്നത്. അപ്പോൾ തൊട്ട് ചെറിയ നനഞ്ഞ തുണി കൊണ്ട് പല്ലുകൾ തുടച്ചു കൊടുക്കുക. അതിനുശേഷം പല്ലുകളെല്ലാം വന്നതിന് ശേഷം നമ്മൾ ടൂത്ത് ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് 2 നേരം എല്ലാ ദിവസവും പല്ലുകൾ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ പ്രായത്തിലെ സംരക്ഷണം തുടങ്ങിയാൽ മാത്രമേ നമ്മൾ വലുതാകുമ്പോഴും അതേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ചെറിയ പ്രായത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ വലുതാകുമ്പോൾ നമ്മുടെ പല്ലുകൾക്ക് എന്തായാലും കേടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, കുട്ടിക്കാലത്ത് പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നു, പുതിയ പല്ലുകൾ വരുന്നു, എല്ലാ പല്ലുകളും കൊഴിഞ്ഞു പോകുമോ? നമ്മൾ മനുഷ്യന്മാർക്ക് 2 സെറ്റ് പല്ലുകൾ ഉണ്ടാകും. ആദ്യം വരുന്ന സെറ്റിനാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്, അഥവാ പ്രൈമറി ടീത്ത്. രണ്ടാമത് വരുന്ന പല്ലുകൾക്കാണ് പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്. പാൽപ്പല്ലുകൾ ഒരു 6 മാസം പ്രായത്തിൽ തന്നെ വരാൻ തുടങ്ങും. പാൽപ്പല്ലുകൾ നമുക്ക് മൊത്തത്തിൽ 20 എണ്ണം ഉണ്ടാവും. 2 വയസ്സ് 2.5 വയസ്സാകുമ്പോഴേക്കും എല്ലാ പാൽപ്പല്ലുകളും വരുന്നതായിരിക്കും. പിന്നെ ഇതൊരു 6 തൊട്ട് 8 വയസ്സ് വരെ ഈ പല്ലുകൾ ആടാൻ തുടങ്ങും. പാൽപ്പല്ലുകൾ ആടി ഇത് കൊഴിഞ്ഞു പോകും. എന്നിട്ടൊരു 12ാമത്തെ വയസ്സിലാണ് നമ്മുടെ അവസാനത്തെ പാൽപ്പല്ലും കൊഴിഞ്ഞു പോകുന്നത്. ഈ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പെർമനന്റ് ടീത്ത് വരാനായിട്ട് തുടങ്ങും. ഒരു 18 വയസ്സ് വരെ നമുക്ക് അവസാനത്തെ പെർമനന്റ് ടീത്തും വരുന്നതാണ്. പെർമനന്റ് ടീത്തുകൾ എത്ര എണ്ണം ഉണ്ട്? 32 പെർമനന്റ് ടീത്തുകൾ ഉണ്ട്. പാൽപ്പല്ലുകൾ മാത്രമേ കൊഴിഞ്ഞു പോവുകയുള്ളൂ. പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത് കൊഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ പെർമനന്റ് ടീത്തിന് കേടുവരുമോ നഷ്ടമാവുകയോ ചെയ്താൽ പിന്നെ നമുക്ക് വേറൊരു പല്ല് വരാനായിട്ട് ഇല്ല. പക്ഷെ എന്ന് വെച്ച് പാൽപ്പല്ല് കൊഴിഞ്ഞു പൊക്കോട്ടെ, കേട് വന്നാലും സാരമില്ല, കൊഴിഞ്ഞു പോകുന്ന പല്ലാണല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. പാൽപ്പല്ലുകൾ അത് കൊഴിഞ്ഞു പോകേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുന്നേ ഇതിന് കേടുവരികയോ കൊഴിഞ്ഞു പോവുകയോ ചെയ്താൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ പിറകെ വരാനിരിക്കുന്ന പെർമനന്റ് ടീത്തുകൾ വരാനായിട്ട് താമസിക്കും. ഇല്ലെങ്കിൽ അത് വരേണ്ട സ്ഥാനത്തായിരിക്കില്ല വരിക, വേറെ ഏതെങ്കിലും സ്ഥാനത്തായിരിക്കും വരിക. അപ്പം നമ്മൾ ഭാവിയിൽ പല്ലിൽ കമ്പിയിട്ട് നേരെയാക്കേണ്ടതായിട്ടൊക്കെ വരും. എങ്ങാനും കേടുകൾ വന്ന് ആ പാൽപ്പല്ല് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ദന്ത ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ആ പോയ സ്പേസ് വേറെ സ്ഥാനം മാറി വരാതിരിക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ തേടേണ്ടതാണ്. അപ്പോൾ പാൽപ്പല്ലിന് കേട് വന്നു എന്ന് വെച്ച് നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ വിടരുത്. കൊഴിഞ്ഞു പോകേണ്ടതാണല്ലോ എന്നോർത്ത് അത് ശ്രദ്ധിക്കാതെ വിടരുത്. കാര്യം അതിന് കേട് വന്നാൽ പുറകെയുള്ള പെർമനന്റ് ടീത്ത് വരുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ എല്ലാ പല്ലും കൊഴിഞ്ഞു പോയില്ല, പാൽപ്പല്ല് മാത്രമേ പോവുകയുള്ളൂ. പെർമനന്റ് ടീത്ത് വരുന്നത് കൊഴിഞ്ഞു പോവുകയില്ല. ഡോക്ടർ, ഒരു മോഡൽ ബ്രഷിംഗ് എങ്ങനെയാണ്? വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. എല്ലാവരും എനിക്കൊന്ന് ബ്രഷ് ചെയ്യുന്നൊന്ന് കാണിച്ചു. എല്ലാവരും എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചത്. മിക്കവാറും എല്ലാവരും ബ്രഷ് ചെയ്യുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ്, സൈഡിലേക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സൈഡിലുള്ള അഴുക്ക് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുന്നു, അവിടുന്ന് അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു, അങ്ങനെ ചെയ്യുന്നുള്ളൂ. പല്ലിലെ അഴുക്ക് മാറുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബ്രഷിംഗ് ടെക്നീക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രഷ് നമ്മൾ പല്ലിൻ്റെ മോണയോട് ചേർത്ത് വെക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് സ്ട്രോക്ക്
ചെയ്യണം. അങ്ങനെയാണ് ബ്രഷിങ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. അപ്പം മുകളിലത്തെ പല്ല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് മുടിയൊക്കെ ചെയ്യുന്ന പോലെ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ വേണം ചെയ്യാൻ. നമ്മുടെ മോണേന്ന് തുടങ്ങി പല്ലിലേക്ക് താഴോട്ട് ചെയ്യണം. പിന്നെ വായ തുറന്നിട്ട് ഉള്ളിലെ ഭാഗവും അങ്ങനെ തന്നെ ചെയ്യണം. മോണേന്ന് തുടങ്ങി താഴേക്ക് ചെയ്യണം. പിന്നെ താഴത്തെ പല്ല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴേന്ന് മുകളിലേക്ക്, മോണേന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് ചെയ്യണം. ബ്രഷ് അപ്പം മോണയോട് പ്രസ് ചെയ്ത് വെക്കുക, കുറച്ച് ചരിച്ച് വെക്കുക, എന്നിട്ട് മോണേന്ന് തുടങ്ങി മുകളിലേക്ക് ചെയ്യണം. താഴത്തെ പല്ല് മുകളിൽ നിന്ന് താഴോട്ടും, താഴത്തെ പല്ല് താഴേന്ന് മുകളിലോട്ടും. പിന്നെ വായ നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് നമ്മുടെ അണപ്പല്ലിനെ ഇങ്ങനെ സർക്യുലറായിട്ട് വട്ടത്തിലിങ്ങനെ അങ്ങനെ വേണം ബ്രഷ് ചെയ്യാനായിട്ട്. 3 മിനിറ്റ് നേരം ബ്രഷ് ചെയ്യണം. 3 മിനിറ്റ് കൂടുതലും ചെയ്യേണ്ട ആവശ്യമില്ല, 3 മിനിറ്റ് കുറവാകരുത്. 3 മിനിറ്റ് നേരം ബ്രഷ് ചെയ്യുക. പിന്നെ നമ്മുടെ ടൂത്ത് ബ്രഷ് 3 മാസം കൂടുമ്പോൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ടൂത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് ഉണ്ടല്ലോ, ആ ബ്രഷിന്റെ ആ ഭാഗങ്ങൾ അതിങ്ങനെ ഫ്ലെയർ ആവാൻ തുടങ്ങുമ്പോൾ മാറ്റണം, ഇല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ മാറ്റണം. പിന്നെ ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ ഫ്ലൂറൈഡ് അടങ്ങുന്ന ടൂത്ത് പേസ്റ്റ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കടയിൽ നിന്ന് ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പുറയിൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, അതൊന്നും നോക്കിയാൽ അതിൽ ഫ്ലൂറൈഡ് ഒന്നും ഉണ്ടാവും. ഫ്ലൂറൈഡ് അടങ്ങുന്ന ടൂത്ത് പേസ്റ്റുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതാവുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ കേടുകളിൽ നിന്ന് ഫ്ലൂറൈഡ് ഒരു സംരക്ഷണം നൽകും. അപ്പം വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറയുക ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടർ, 2 നേരവും പല്ല് തേക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നല്ല ചോദ്യമാണ് മോനെ. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ പല്ലുകളിൽ എങ്ങനെയാണ് കേട് വരുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞു തരാം. പല്ലിന്റെ മുകളിൽ ഒരു ബയോഫിലിം എന്ന് പറയുന്ന ഒരു പാട പോലെ ഉണ്ടാവും. നമ്മൾ പല്ല് കഴുകി കഴിഞ്ഞാലും പല്ല് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ബയോഫിലിം എന്ന് പറയുന്ന പാട ഉണ്ടാവും. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ തുപ്പലിന്റെ കുറച്ച് ഉണ്ടാവും, പിന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അംശങ്ങൾ ഉണ്ടാവും, പിന്നെ ബാക്ടീരിയയും ഉണ്ടാവും. അപ്പം നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ അംശങ്ങൾ ഈ ബയോഫിലിമിനകത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബാക്ടീരിയയും ഉണ്ടെന്ന്. നമ്മൾ ഈ ഭക്ഷണങ്ങൾ ഇരിക്കാൻ കുറേ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ഈ ഭക്ഷണത്തിൽ ആക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ നിന്നൊരു ആസിഡ് ഉണ്ടാവും. ഈ ആസിഡ് വന്നിട്ടാണ് നമ്മുടെ പല്ലുകളിൽ കേടുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഭക്ഷണത്തിന്റെ അംശങ്ങൾ നമ്മുടെ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ബാക്ടീരിയ നമുക്ക് പെർമനന്റ് ആയിട്ട് നീക്കം ചെയ്യാൻ പറ്റില്ല, കാര്യം അത് നമ്മുടെ വായുവിലുണ്ട്, എപ്പോഴും നമ്മുടെ വായ്ക്കകത്ത് ഉണ്ടാവും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയക്ക് ഉപയോഗിക്കാനുള്ള ഭക്ഷണം അതിന് കൊടുക്കാതിരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അംശങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ ബ്രഷ് ചെയ്യുന്നു, ശരിയാണ്. അപ്പം നമ്മൾ രാത്രി നമ്മൾ അടച്ചു വെച്ച് കുറേ നേരം കിടന്നുറങ്ങുന്നു. അപ്പൊ കുറേ നേരം ഈ ബയോഫിലിം എന്ന് പറയുന്നത് നമ്മുടെ വായിൽ ഇരുന്നിരുന്ന് രാവിലെ ആവുമ്പോഴേക്കും വായിലൊരു മോശമായ സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യണം, ശരിയാണ്. പക്ഷെ രാവിലെ തൊട്ട് രാത്രി വരെ കഴിച്ച ഭക്ഷണത്തിന്റെ അംശങ്ങൾ നമ്മുടെ വായിൽ ഇരിക്കുവാണ്. അപ്പോൾ രാത്രി ആവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന്റെ അംശം നമ്മുടെ വായിൽ ഇരിക്കാനുള്ള സാധ്യത. രാത്രി കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ അംശങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ബാക്ടീരിയക്ക് ഉപയോഗിക്കാനുള്ള, രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ബാക്ടീരിയക്ക് ഉപയോഗിക്കാനുള്ള ഭക്ഷണം ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ എന്താണ് ഗുണം? ഈ ബയോഫിലിമിനകത്ത് ഭക്ഷണത്തിന്റെ അംശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ബാക്ടീരിയക്ക് അതിൽ ആക്ട് ചെയ്യാനോ ആസിഡ് ഉണ്ടാക്കാനോ പറ്റാത്തതുകൊണ്ട് നമ്മുടെ പല്ലിൽ കേടുവരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രാവിലെ മാത്രം ബ്രഷ് ചെയ്താൽ പോരാ, രാത്രിയും ബ്രഷ് ചെയ്യണം എന്നുള്ളത്. പിന്നെ രാത്രി നമുക്ക് ഉറക്കത്തിന്റെ ഇടയിൽ കഴുകാനും ഒന്നും പറ്റില്ലല്ലോ. അപ്പോഴൊക്കെ ഈ ഭക്ഷണത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഇതിൽ ഈ ബാക്ടീരിയ ആക്ട് ചെയ്ത് ആസിഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം രാത്രിയിൽ അതുകൊണ്ട് ബ്രഷ് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. രാവിലെ ബ്രഷ് ചെയ്യുന്നതിനേക്കാളും ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ രാത്രി ബ്രഷ് ചെയ്യുന്നത്. ഡോക്ടർ, എന്തൊക്കെ കഴിച്ചാലാണ് പല്ല് കേടാവുന്നത്? ശരി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എങ്ങനെയാണ് പല്ലുകളിൽ കേട് വരുന്നത് എന്നുള്ളത്. അപ്പം പല്ലിന്റെ മുകളിൽ ഒരു ഫിലിം പോലെ ഉണ്ടായിട്ട് ആ ഫിലിമിനകത്ത് ഭക്ഷണത്തിന്റെ അംശം ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് അത് ബാക്ടീരിയ ആക്ട് ചെയ്താണ് പല്ലിൽ കേടുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ തരം ഭക്ഷണങ്ങളാണ് പല്ല് കേടാവാതിരിക്കാനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തരം ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പിന്നെ ഒരുപാട് മധുരമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന മൈദ ഉള്ള ഭക്ഷണങ്ങൾ, ബിസ്ക്കറ്റ്,
പിന്നെ ബേക്കറി ഐറ്റംസ്, മൈദ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കാൻ ഇതുള്ളതാണ്. പിന്നെ മിഠായി, ചോക്ലേറ്റ്, പിന്നെ മധുരം അടങ്ങുന്ന ജ്യൂസുകൾ, ഇതൊക്കെയാണ് നമ്മുടെ പല്ലിന് കേടുണ്ടാക്കാൻ സാധ്യതയുള്ളത്. കാര്യം ഈ ഷുഗർ എന്ന് പറയുന്നത് ബാക്ടീരിയയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഐറ്റമാണ്. ഷുഗർ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നല്ല ആക്റ്റീവ് ആകും. ഈ ബാക്ടീരിയ കൂടുതൽ ഈ ഞാൻ പറഞ്ഞ ആസിഡ് ഉണ്ടാക്കി പല്ലിൽ കേടുണ്ടാക്കും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? ബേക്കറി സാധനങ്ങൾ, മൈദ അടങ്ങുന്നത്, ബിസ്ക്കറ്റ്, പിന്നെ മധുരമുള്ള ജ്യൂസുകൾ, മിഠായി, ചോക്ലേറ്റ്, ഇത് കഴിക്കേ വേണ്ട എന്നല്ല പറഞ്ഞത്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും കഴിക്കാം. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പറ്റുവാണെങ്കിൽ ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ വാ നന്നായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പല്ലുകൾക്ക് ആരോഗ്യം വരാനായിട്ട് നമ്മൾ എന്തൊക്കെ കഴിക്കണം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഫൈബർ അടങ്ങുന്ന ഭക്ഷണങ്ങൾ നന്നായി കഴിക്കണം. ഫൈബർ അടങ്ങുന്നതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഇതൊക്കെ വളരെ ആവശ്യമാണ്. പിന്നെ കാൽഷ്യം അടങ്ങുന്ന ഭക്ഷണങ്ങൾ, പാല്, മുട്ട, ഇതൊക്കെ നമ്മുടെ പല്ലിന് ആരോഗ്യം വരാനായിട്ട് നമ്മൾ കഴിക്കണം. അവോയ്ഡ് ചെയ്യേണ്ടത് മധുരം അടങ്ങുന്നതും ബേക്കറി സാധനങ്ങളും, കൂടുതൽ കഴിക്കേണ്ടത് പച്ചക്കറിയും, പഴങ്ങള്, പാല്, കാൽഷ്യം അടങ്ങുന്നത്. പല്ലുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഇന്ന് നമ്മോട് സംസാരിച്ചത് നമ്മുടെ സ്കൂളിന്റെ സ്വന്തം ഡെന്റിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി സുജേഷ് ആണ്. ഞാൻ പോലും എങ്ങനെ പല്ല് ബ്രഷ് ചെയ്യണം എന്നതിനെ പറ്റി കൃത്യമായ ധാരണ ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി അഭിമുഖത്തോടു കൂടിയാണ് ലഭ്യമായത്. തീർച്ചയായിട്ടും ഡോക്ടർ ലക്ഷ്മി സുജേഷിന് ഹോളി ഫാമിലി കുടുംബത്തിന്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഫ്ലാഷ്ബാക്ക്. ഡോക്ടർ ലക്ഷ്മി, അടങ്ങി നിൽക്കടാ. നന്ദി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുക.